യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. നിങ്ങൾ സമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. യോഹന്നാനെ പറ്റി യേശു കർത്താവ് തൻ്റെ അടുക്കൽ കൂടി വന്ന ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ് നാം വായിച്ചു കേട്ടത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. യോഹന്നാൻ്റെ പ്രത്യേകത, കുറച്ച് നാളെ അവൻ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടുള്ളൂ, എന്നാൽ അവൻ ജ്വലിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ യോഹന്നാനെ പറ്റി പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മത്തായി സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് യെശയ്യാവ് പണ്ട് പ്രവചിച്ച ഒരു പ്രവചന ദൂത്, ആ പ്രവചനം നിറവേറുന്നതാണ് യോഹന്നാൻ ഭൂമിയിൽ കടന്നു വന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. അപ്പോൾ യോഹന്നാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവന് ധൈര്യത്തോടെ പറയാൻ കഴിയും, ദൈവം അയച്ചിട്ട് ഞാൻ കടന്നു വന്നത്. ഇന്നൊരുപാട് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അയച്ചിട്ടാണോ ഇറങ്ങിയത്, ദൈവം അയച്ചിട്ടാണോ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉത്തരം കിട്ടത്തില്ല. ഇന്ന് വോട്ട് പിടിച്ചും കുതികാല് വെട്ടിയും വേറൊരുത്തനെ ഒതുക്കി അവനെ ചതിച്ച് ആയിട്ടാണ് ആൾക്കാർ വേലയ്ക്കേണ്ടി ഇറങ്ങുന്നത്. നമ്മൾ യേശു കർത്താവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിൽ കൂടി കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകും, വാതിൽ കൂടി കടക്കുന്നവനോ ആടുകളെ ഇടാനാണ്. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഹല്ലേലൂയ, എങ്ങനെയാണ് വേലയ്ക്ക് ഇറങ്ങേണ്ടത്? തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി എന്ന് പറഞ്ഞാൽ കുറുക്കുവഴി കയറുക, സൂത്രത്തിൽ കയറുക. അവനെപ്പറ്റി പറയുന്നവൻ കള്ളനുമാണ്, മാത്രമല്ല അവൻ കവർച്ചക്കാരനുമാണ്. സ്തോത്രം. എന്നാൽ യഥാർത്ഥ വെളിയും തിരഞ്ഞെടുപ്പുമുള്ള ദൈവം അയച്ച കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകും. ഇടയന് നേരിട്ട് വാതിൽ കൂടി കടക്കാം. ആ കവർച്ചക്കാരനും കള്ളനും രഹസ്യമായിട്ടാണ് പല വഴികളാണ് കയറി പറ്റുന്നത്. ഇവിടെ യോഹന്നാനെ പറ്റി പറയുന്നു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേര്. ഇന്ന് രാത്രി നമുക്ക് ശോധന ചെയ്യണം. നമുക്കെല്ലാം വിളിയും തിരഞ്ഞെടുപ്പും ദൈവീയ പദ്ധതിയൊക്കെ ഉള്ളവരാണ്. നമ്മുടെ വിളി നമ്മൾ ശോധന ചെയ്യണം. ദൈവം എന്നെ വിളിച്ചതാണ്, കർത്താവിൻ്റെ പേരെയാണോ ചെയ്യുന്നത്, നേരോടെയാണോ എന്ന് ശോധന ചെയ്യണം. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവനെ യോഹന്നാൻ എന്ന പേര്. സ്തോത്രം. യോഹന്നാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവെന്നായി. മറ്റുള്ളവരെക്കാൾ അവൻ്റെ പ്രത്യേകത, അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവെന്നറിയും. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെ പറ്റി ബൈബിളിൽ യോഹന്നാനെ പറ്റി മാത്രമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ യോഹന്നാൻ ഇതാ മത്തായി സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആ കാലത്ത് യോഹന്നാൻ യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അന്ന് യെരുശലേമിലും യഹൂദരൊക്കെയും യോർദാൻ്റെ ഇരു കരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു. അപ്പോൾ ആ യോഹന്നാൻ ഇതാ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ, ഇതാ യെരുശലേമിൽ യഹൂദയിൽ നിന്നും പല നാട്ടിൽ നിന്ന് ആൾക്കാർ കടന്നു വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇതാ യോർദാൻ നദിയിൽ സ്നാനപ്പെടുകയാണ്. അപ്പോൾ യഥാർത്ഥ വിളിയും തിരഞ്ഞെടുപ്പുള്ള ഒരുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൻ പ്രസംഗിക്കുമ്പോൾ പാപബോധം ഉണ്ടാവും, ജനം മാനസാന്തരപ്പെടും, സ്നാനത്തിലേക്ക് തിരിയും. അതാണ് ഒരു ശുശ്രൂഷ. ഇന്ന് മിക്കവാറും നടക്കുന്നതെന്ന് പറഞ്ഞാൽ, പാപം പറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട്
രക്ഷിക്കപ്പെട്ട് സഭയിൽ ആരാധിക്കുന്നവരെയാണ് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാണ് അണ്ണയെ കൂട്ടുന്നത്. എന്നാൽ വെളിയുള്ള യോഹന്നാൻ അതൊരിക്കലും പറ്റത്തില്ല. അവൻ പ്രസംഗിക്കുമ്പോൾ യഹൂദിയയിൽ നിന്ന് കടന്നു വരും, യെരൂശലേമിൽ നിന്ന് കടന്നു വരും, പാപബോധമുണ്ടായി യോർദാൻ ഇറങ്ങും, സ്നാനപ്പെടും, കർത്താവിൻ്റെ പൈതലായി തീരുവാനിടയായിത്തീരും. ഇതാ യോഹന്നാൻ പ്രസംഗിക്കുമ്പോൾ ഇതാ ജനം സ്നാനപ്പെടുകയാണ്. മാത്രമല്ല അതിൻ്റെ 3:7 വാക്യത്തിൽ പറഞ്ഞു, തൻ്റെ സ്നാനത്തിനായി പരീശെന്ന് പറഞ്ഞ് ഏത് കാര്യത്തിലും കുറ്റം പറയുന്നത് അവർ പോലും രക്ഷിക്കപ്പെട്ടു. അപ്പോൾ യഥാർത്ഥ ഒരു അഭിഷിക്തനാണെങ്കിൽ ഏത് കേൾക്കുന്ന പരീശനും രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. മാത്രമല്ല സദൂക്കിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ വേറൊരു ആൾക്കാരാണ് പരീശന്മാർ. ഹല്ലേലൂയ, അവരൊക്കെ ഇതാ രക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ യോഹന്നാൻ അവരെ നോക്കി പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടിപ്പോകാൻ നിങ്ങൾക്ക് ഉപദേശിച്ചെന്ന് തന്നതാര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. ഹല്ലേലൂയ. അബ്രഹാം തങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഒഴിവാക്കുവാൻ കഴിയും. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. അങ്ങനെ ആ യോഹന്നാൻ്റെ ശുശ്രൂഷയെപ്പറ്റി പറയുമ്പോൾ ചില നാളുകളെ താൻ ശുശ്രൂഷ ചെയ്തുള്ളെങ്കിലും ഇതാ ദേശം ഇളകുമാർ ജനത്തിൽ പാപബോധമുണ്ടായി സ്നാനപ്പെട്ട് ദൈവവൈദ്യരായിത്തീർന്നു, രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടു? അവിടെ യേശു കർത്താവ് തന്നെ പറയുകയാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്നൊരു വിളക്കായിരുന്നു. യോഹന്നാനെ പറ്റി പറഞ്ഞു, അവനൊരു വിളക്കായിരുന്നു. എന്താ വിളക്കിൻ്റെ പ്രത്യേകത? വിളക്ക് ജ്വലിക്കണമെങ്കിൽ അതിനകത്ത് എണ്ണ ഉണ്ടായിരിക്കണം. എണ്ണയുള്ള വിളക്കിന് മാത്രമേ ജ്വലിക്കാൻ കഴിയത്തുള്ളൂ. ഒരു വൈദ്യുതി ബൾബാണെങ്കിലും അത് ജ്വലിക്കണമെങ്കിൽ അതിനകത്ത് കറണ്ട് വേണം, അതിന് പ്രത്യേക ശക്തി വേണം. ഹല്ലേലൂയ. യോഹന്നാനെ പറ്റി പറയുന്നു, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. ചില നാളുകളെ കർത്താവിൻ്റെ വേല ചെയ്തു, കർത്താവിന് വേണ്ടി വഴിയൊരുക്കിയതേ ഉള്ളൂ. ഇതാ ദേശത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ വിടുതൽ നടക്കുന്നു, അനേക രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, വലിയ ദൈവപ്രവൃത്തികൾ ആരംഭിച്ചു. കാരണം എന്ത്? അവൻ്റെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. ദിവസങ്ങൾ 6 മുകളിലാണോ 6 മേലാണോ ദൈവം പരിശുദ്ധാത്മാവുള്ളത്, എണ്ണയുള്ളത്, അവരെയാണ് ദൈവശക്തി, അവരെയാണ് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. പൗലോസിനെ പറ്റി പറയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. കർത്താവ് തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരെക്കാൾ അല്ലെങ്കിൽ അവരെ കൂടെയുള്ള മറ്റ് ദൈവദാസന്മാരെക്കാൾ അധികം പൗലോസ് പ്രയോജനപ്പെട്ടു. അധികം സഭകൾ സ്ഥാപിച്ചു, അധികം ലേഖനങ്ങൾ എഴുതി, അധികം പേരെ സ്നാനപ്പെടുത്തി, കർത്താവിന് വേണ്ടി അധികം കഷ്ടം സഹിക്കുവാനിടയായി. എന്തുകൊണ്ട്? പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഈ ദിവസങ്ങളിൽ യോഹന്നാനെ പോലെ കുറച്ച് നാളെ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. ഏത് 5 വർഷമോ 10 വർഷമോ 20 വർഷമോ എത്ര നാൾ കർത്താവിൻ്റെ വില ചെയ്തെങ്കിലും ഹല്ലേലൂയ, ആ വിളക്ക് പോലെ ശോഭിക്കണമെങ്കിൽ വിളക്കിൽ എണ്ണയുണ്ടായിരിക്കണം. ഏത് സഭയിലെ ഏത് വലിയ പൊസിഷന് എത്ര വലിയ കൊമ്പത്തിരുന്നാലും അഭിഷേകമില്ലെങ്കിൽ നിന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല. ദിവസം അഭിഷേകമില്ലാത്തവരെന്നെ കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകം നഷ്ടപ്പെട്ടവരെന്നെ കേൾക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ മുട്ടുമടക്കുക. ഒരു വണ്ടി ഓടുവാൻ പെട്രോൾ ആവശ്യമുള്ളതുപോലെ, ഒരു ഇലക്ട്രിക് ഉപകരണം വർക്ക് ചെയ്യാൻ കറണ്ട് വൈദ്യുതി വേണ്ടതുപോലെ, ഒരു ദൈവദാസനാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടണം, നീ അനേകരെ നേടണമെങ്കിൽ, നീ ശുശ്രൂഷയിൽ വർദ്ധിക്കണമെങ്കിൽ, ദേശങ്ങളിലെ ദൈവം നിന്നെ കരമെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നിൻ്റെ മേൽ വേണ്ടത് അഭിഷേകമാണ്. ഈ ദിവസങ്ങളിൽ ആ യോഹന്നാനെ പോലെ നമുക്ക് ജ്വലിക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിന്നെ നിറയ്ക്കുവാനിടയായിത്തീരും. കർത്താവ് പറഞ്ഞു, യാചിപ്പിന് ഏതൊന്നും ലഭിക്കുമെന്നാണ്. ദൂഷ്യമുള്ള നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കും. സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുന്നതാണ്. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചാൽ അധികം അഭിഷേകത്താൽ, അധികം കൃപയാൽ, വരങ്ങളാൽ നൽകിത്തന്ന, വചനങ്ങൾ നൽകിത്തന്ന, മരിക്കുന്നതിന് മുമ്പ് ദേശത്ത് വലിയൊരു ശുശ്രൂഷ നിന്നെയും കൊണ്ട് ചെയ്തെടുക്കുക ദൈവത്തിന് കഴിയും. ആ യോഹന്നാനെ പ്രയോജനപ്പെടുത്തിയ കർത്താവ്, യോഹന്നാൻ മരിച്ചിട്ടും ആ യോഹന്നാൻ്റെ പ്രസംഗത്തെ പറ്റി ഇന്നും പറയും. കാരണം അവൻ്റെ മേൽ എണ്ണയുണ്ടായിരുന്നു, അവൻ്റെ മേൽ അഭിഷേകമുണ്ടായിരുന്നു. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൻ നിറഞ്ഞിരുന്നു. ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാം.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.